ബസ് സ്റ്റോപ്പിനടുത്തുള്ള ഒരു 4 ബെഡ്റൂം വീട്, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. ഇന്ന് നിങ്ങളെ ഞാൻ ആ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. നാല് മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. വളരെ സിമ്പിളായ ഒരു ഡിസൈനാണ് ഇവിടെ ഗേറ്റിന് നൽകിയിരിക്കുന്നത്. ഇരുഭാഗത്തും ഫോൾഡിംഗ് ഗേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 8 മീറ്ററോളമാണ് ഇതിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഇവിടെ 2 കാർ പാർക്കിംഗ് ആണുള്ളത്. ഏകദേശം 16 അടി നീളവും 8.5 അടിയിലേറെ വീതിയുമുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 7.5 അടിയിലേറെ വീതിയുള്ള ഒരു കാർ പാർക്കിംഗ് കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ജാളി വർക്കും നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. ഏകദേശം 3.5 അടിയിലേറെ വീതിയാണ് ഈ ഭാഗത്തുള്ളത്. നമ്മളിപ്പോൾ വീടിൻ്റെ വടക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 3.5 അടിയോളം വീതിയാണ് ഈ ഭാഗത്തുമുള്ളത്. ഇവിടെയായിട്ട് ഒരു അലക്കുകല്ലും ടാപ്പും നൽകിയിരിക്കുന്നു. വീടിൻ്റെ കിഴക്ക് ഭാഗത്തും ഏകദേശം 3 അടിയോളം വീതിയുണ്ട്. ഈ വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. വീടിന് കിഴക്ക് ഭാഗത്തും അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി മെറ്റൽ ചിപ്സ് വിരിച്ചിരിക്കുന്നു. ഏകദേശം 10.5 അടിയിലേറെ നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ സിറ്റ് ഔട്ടിനുള്ളത്. സിറ്റ് ഔട്ടിന്റെ ഫ്ലോറിംഗ് ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഫേസിംഗ് ആയിട്ട് വരുന്ന ഈ വീടിന്റെ പ്രധാന വാതിൽ സിംഗിൾ ഡോർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. തേക്കിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം 10 അടിയിലേറെ നീളവും 10 അടി വീതിയുമുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയായിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഈ വീടിൻ്റെ വളരെ വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ഏകദേശം 11.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമുള്ള ഒരു വലിയ ഡൈനിങ് സ്പേസ് ആണ്. 12 സീറ്റുള്ള ഒരു ഡൈനിങ് ടേബിൾ വളരെ സുഖമായിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. ഏകദേശം 9.5 അടിയിലേറെ നീളവും 9.5 അടിയോളം വീതിയുമാണ് ഈ കിച്ചണിലുള്ളത്. നമ്മൾ ഈ വീടിൻ്റെ വർക്ക് ഏരിയയിലേക്കാണ് വരുന്നത്. ഏകദേശം 5.5 അടി നീളവും 4.5 അടി വീതിയുമാണ് ഈ വർക്ക് ഏരിയയ്ക്കുള്ളത്. വർക്ക് ഏരിയ ഗ്രില്ല് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമുള്ള ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് കബോർഡ് വർക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 11 അടി നീളവും 10.5 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് ഒരു കബോർഡും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഇവിടെ SS-ലാണ് ഹാൻഡ് റൈൽ ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിലെ സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഏകദേശം 15.5 അടി നീളവും 10.5 അടി വീതിയുമാണ് ഈ ലിവിംഗ് സ്പേസിനുള്ളത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 11 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടുത്തെ ബാത്റൂം എല്ലാം തന്നെ വളരെ സ്പേഷ്യസ് ആണ്. ഇനി നമ്മൾ ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 11 അടി നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെയും വെറ്റും ഡ്രൈയും ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ. ഏകദേശം 21 അടി നീളവും 11 അടിയിലേറെ വീതിയുമുണ്ട് ഈ യൂട്ടിലിറ്റി ഏരിയ. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ ഒരു സ്റ്റെയർ നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ഏകദേശം 10 അടിയിലേറെ നീളവും 5.5 അടിയിലേറെ വീതിയുമുള്ള ഈ ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 6.6 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് 12 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 12 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 19 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 18 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 4 സെന്റ് 130 ലിങ്സ് സ്ഥലത്ത് 1960 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.